ഹലോ നമസ്കാരം. നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീന ഗിഫ്റ്റോടെ വാച്ച് ബബിതയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുക കേട്ടോ. അങ്ങനെ ബബിത പറയുന്നുണ്ട്, എനിക്ക് വേണ്ടതൊന്നും വേണ്ട, വാച്ച് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കായിരുന്നില്ലേ എന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ആരാ ഈ ഇഷ്ടമുള്ളവർ? അന്നേരം ബബിത പറയുന്നുണ്ട്, കൃഷ്ണമോളല്ലേ കുഞ്ഞനിയെത്തി, അവർക്ക് കൊടുക്കായിരുന്നില്ലേ? എന്നിട്ട് ബബിത പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ദ്രോഹിച്ച ആളല്ലേ, അങ്ങനെ ദ്രോഹിച്ച ആളെ ഇഷ്ടപ്പെടുകയൊന്നുമില്ല ഒരിക്കലും. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്നാൽ ആര് പറഞ്ഞു? ബൈബിളിൽ ഒരു കഥയുണ്ട്, ഒരച്ഛന് 2 മക്കളുണ്ട്. മൂത്ത ആൾ നല്ല അനുസരണ ഉള്ള ആളാണ്, രണ്ടാമത്തെ ആൾ വെറും പോക്കാണ്. എല്ലാ സ്വത്തുക്കളും വിറ്റ് തുളച്ച് വീട് വിട്ടിറങ്ങി. അവിടുന്ന് ദാരിദ്ര്യം പിടിച്ചപ്പോൾ കുടിക്കാനോ കുളിക്കാനോ ഒന്നും പറ്റാതായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് അച്ഛനോട് ചോദിക്കുകയാണ്, എനിക്ക് ഈ വീട്ടിലെ എന്തെങ്കിലും ജോലി തരണം, വേലക്കാരനായിട്ടാണെങ്കിലും എനിക്കിവിടെ ജോലി തരണം എന്ന് പറയാണ്. അങ്ങനെ ആ അച്ഛൻ 2 കൈയും സ്വീകരിച്ച് ആ മോനെ ഏറ്റെടുക്കുക കേട്ടോ. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, ഇതിപ്പോൾ എന്നോട് പറയേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, നീ എന്നെ ദ്രോഹിച്ചെന്നും വേദനിപ്പിച്ചെന്നൊക്കെ സമ്മതിച്ചല്ലോ, ശരിയാ, എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നീ അടുത്ത് വന്നിട്ട് എന്നോട് സ്നേഹം കാണിച്ചപ്പോൾ ആ ഇഷ്ടക്കേടെല്ലാം മാറി. അതാണ് എനിക്ക് ഏറ്റവും വലുത്, മറ്റുള്ളവരെ സ്നേഹത്തെക്കാളെന്ന് പറയാണ്. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കാൻ ഒരു കാരണമുണ്ട്, പക്ഷേ അതൊന്നും നീ അറിയാണ്ടാണ് എന്നെ സ്നേഹിച്ചത്. അതിന് വലിയ വില ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ് ബബിതയോട്. എന്നിട്ട് അലീന കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുക കേട്ടോ. ആ സമയത്ത് ബബിതയുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ട്. നല്ല സങ്കടമായിട്ട് 2 പേർക്കും. ബബിത എന്നിട്ട് അവിടെ വെച്ച ഗിഫ്റ്റെല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ട് അടക്കി പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ ബബിത. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോള കേട്ടോ. കൃഷ്ണമോള അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അലീന ചോദിക്കുന്നുണ്ട്, വലിയ പഠിത്തമാണല്ലോ എന്ന്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, നാളെയാണ് ലാസ്റ്റ് എക്സാം, അത് കഴിഞ്ഞ് 2 മാസം വെക്കേഷനാണ്, അടിച്ച് പൊളിക്കാമെന്ന് പറയാണ്. എന്നിട്ട് അലീനയുടെ കയ്യിലുണ്ടായ ഗിഫ്റ്റ് കൃഷ്ണമോൾക്ക് കൊടുക്കുവാട്ടോ. എന്നിട്ട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാനും അച്ഛനും കൂടി ഇന്ന് കല്യാൺ സിൽക്സിലേക്ക് പോയിരുന്നു, ആ സമയത്ത് മേടിച്ചതാന്ന് പറയാണ്. കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ നമുക്ക് ഒന്നാം തരം ടെക്സ്റ്റൈൽസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാ കല്യാൺ സിൽക്സിലേക്ക് പോയതെന്ന് പറയാണ്. അലീന പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതാ അവിടേക്ക് പോകാമെന്ന്, പിന്നെ ഞാനാ സമ്മതിക്കാഞ്ഞത്. അവിടെ പോയാൽ അച്ഛൻ പറയും എന്നോട് ബില്ല് പേ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഓൺലൈൻ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അതും അച്ഛൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ എങ്ങനെ സമ്മതിച്ചു എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ കാണാണ്ട് ഞാൻ ബില്ലാക്കി അവിടുന്ന്, അങ്ങനെയാ വാങ്ങിയെന്ന് പറയാണ്. അങ്ങനെ ഡ്രസ്സ് അലീനയുടെ കയ്യിൽ നിന്ന് കൃഷ്ണമോൾ വാങ്ങാം കേട്ടോ. എന്നിട്ട് തുറന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, ഇത് നന്നായിട്ടുണ്ടല്ലോ ചേച്ചി എന്ന് പറയാണ്. അങ്ങനെ തുറന്ന് നോക്കി ദേഹത്ത് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നന്നായിട്ടുണ്ടെന്ന്. അലീനയും പറയുന്നുണ്ട് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഉഗ്രൻ ഉണ്ടെന്ന് ഞാനല്ലേ പറയണ്ടേ, മുട്ടയിട്ട കോഴി തന്നെ ബുൾസൈ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്ന് പറയാണ്. എന്നിട്ട് അലീന ചിരിക്കാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് പോടി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, എന്നാലും വേണ്ടായിരുന്നു, ഇത് അലീന ചേച്ചി പോകുന്നതുകൊണ്ട് എല്ലാവർക്കും വാങ്ങി കൊണ്ടുവന്നതല്ലേ, നമ്മൾ ഒത്തിരി സ്നേഹിച്ചതല്ലേ, അതിൻ്റെ അടയാളമായിട്ട് ഇത് ഇരുന്നോട്ടെ എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മയ്ക്ക് ഇതിരിക്കട്ടെ എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഓർമ്മയ്ക്കാ, ഓർക്കാനതിന് മറന്നിട്ട് വേണ്ടേന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, രോഹിത് എവിടെയാ മോളെ, ഒന്ന് വിളിക്കോ, അവനുണ്ട് ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ വിളിക്കാമെന്ന് പറയാണ്. അങ്ങനെ 2 പേരും 2 വഴിക്ക് പോവാം കേട്ടോ. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനാട്ടോ. ബാലചന്ദ്രൻ അവിടെ റൂമിൽ കിടക്കുന്ന സമയത്ത് അലീന ബാലചന്ദ്രനുള്ള മുണ്ട് ഷർട്ടുമായിട്ട് റൂമിലേക്ക് പോവാം കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എല്ലാവർക്കും ഉള്ളത് ഞാൻ കൊടുത്തു, ഇനി അച്ഛനെ മാത്രമേ തരാനുള്ളൂ എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് എന്താടി നീ വാങ്ങിച്ചു തരാൻ പറ്റുക എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഓ വലിയ ജ്വല്ലറി കടയും ടെക്സ്റ്റൈൽസും ഉള്ള മുതലാളിക്ക് എനിക്കെന്താ വാങ്ങിച്ചു തരാൻ പറ്റുക എന്നുള്ള ചോദ്യമാണോ ചോദിക്കുകയാണ് അലീന. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതല്ലടി, നീ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ചെയ്ത കാര്യത്തിനു മേൽ ഒന്നും അല്ല എന്ന് പറയാണ്. അങ്ങനെ അലീനയുടെ കയ്യിലുണ്ടായ ഗിഫ്റ്റ് ബാലചന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കുക കേട്ടോ. എന്നിട്ട് തുറന്ന് നോക്കുന്നുണ്ട്, മുണ്ട് ഷർട്ടുമായിരുന്നു കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അച്ഛൻ്റെ മോളാൻ ആഗ്രഹിച്ച മോള് തരുന്നതാ കേട്ടോ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, എൻ്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്താണെന്ന്. അങ്ങനെ അലീന കുറേ സങ്കടങ്ങൾ പറയാം കേട്ടോ. അച്ഛന് മാത്രമേ പറ്റൂ, ഇങ്ങനെ ഒരു മോളെ അച്ഛന് സ്നേഹിക്കാൻ വേണ്ടി പറ്റൂ എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക കേട്ടോ. എന്നിട്ട് പറയാണ്, അച്ഛൻ്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ വേണം. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് നീ പ്രത്യേകിച്ച് പറയാനുണ്ടോ, എൻ്റെ പ്രാർത്ഥന എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാണ്.